സ്വന്തം ഇതെല്ലാം മിസ്സാണ്. കുറെ നാളുകളായില്ലേ മക്കളെ നമ്മൾ എല്ലാവരും പരസ്പരം ഒന്ന് കണ്ടിട്ടൊക്കെ. അപ്പോ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. എന്താണ് ആ ടോപ്പിക്? നമ്മുടെ 4th ചാപ്റ്ററിലെ അലൂമിനിയത്തിന്റെ പ്രൊഡക്ഷൻ ആണ് അല്ലെ. എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ മിസ്സോട് ചോദിച്ചത് അല്ലെ, മിസ് അതൊന്ന് പറഞ്ഞു തരുമോ, അതൊന്ന് പറഞ്ഞു തരുമോ. അപ്പൊ മക്കളെ, നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു തരാതിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. അപ്പൊ ദാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലൂമിനിയത്തിന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്തതുപോലെ തന്നെ മിസ് ആദ്യം നിങ്ങൾക്ക് ആ ടോപ്പിക് നൈസ് ആയിട്ട് പഠിപ്പിച്ചു തരും. അലൂമിനിയത്തിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് പഠിച്ചു തന്നതിന് ശേഷം ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാ കൊല്ലങ്ങളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, എല്ലാം മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും ബുക്കും പേനയും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ദാ പിടിച്ചോ മക്കളെ, 9 മാർക്ക് വരെ ചോദിക്കാവുന്ന, അല്ലെ 9 മാർക്കിന് വരെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റെഡി ആയിട്ടിരിക്കുക. ആദ്യം തന്നെ മക്കളെ എന്റെ കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്ത് കാര്യം അറിഞ്ഞിരിക്കേണ്ടത്? അയണിന്റെ പ്രൊഡക്ഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു പ്രിപ്പറേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏത് ഓറിൽ നിന്നാണ്, ഏത് അയിരിൽ നിന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അലൂമിനിയത്തിന്റെ അയിര് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ മക്കൾ എല്ലാവരും മിടുക്കന്മാരായിട്ട് ചാടി ഉത്തരം പറയും. എന്താണ്? അലൂമിനിയം ബോക്സ് അല്ലെ. അലൂമിനിയത്തിന്റെ ഓർ അഥവാ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. ആരാണ്? ബോക്സൈറ്റ് ആണ്. അപ്പൊ ബോക്സൈറ്റിന്റെ കെമിക്കൽ ഫോർമുല കൂടി എന്റെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. Al2O3.2H2O. ഇതാണ് ബോക്സൈറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ബോക്സൈറ്റിന് ഇപ്പൊ നമ്മൾ ബോക്സൈറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിട്ടോ. ഈ ബോക്സൈറ്റിൽ നിന്ന് നമ്മൾ അലൂമിനിയത്തെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഹാൾ-ഹെറാൾഡ് പ്രോസസ് എന്നാണ് കേട്ടോ. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേര് വെച്ചിട്ടാണ് പേരൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ 2 സ്റ്റെപ്പിലായിട്ടാണ് മക്കളെ അലൂമിനിയത്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ആണ്. അതായത് ബോക്സൈറ്റിനെ നമ്മൾ സാന്ദ്രീകരിക്കാൻ പോവുകയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈസിസ് ഓഫ് അലൂമിന ആണ്. ഇലക്ട്രോലൈസിസ് ഓഫ് അലൂമിന ആണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഈ 2 പ്രോസസ്സാണ് ബേസിക്കലി അലൂമിനിയത്തിന്റെ നിർമ്മാണത്തിൽ അടങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാ? ബോക്സൈറ്റിന്റെ സാന്ദ്രീകരണവും ഉണ്ട്, അലൂമിനിയുടെ വൈദ്യുത വിശ്ലേഷണവും ഉണ്ട്. അപ്പൊ 2 സ്റ്റെപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ എല്ലാവരും ഒന്ന് പറഞ്ഞ്, ബോക്സൈറ്റിനെ നമ്മൾ എങ്ങനെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. കോൺസെൻട്രേഷനിൽ ആ ഒരു അലൂമിനിയത്തിന്റെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. അതാരാണ്? മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ലീച്ചിങ് ആണ് അല്ലെ. ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് മക്കളെ അലൂമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ലീച്ചിങ് നടത്തുക എന്ന് നിന്റെ കുട്ടികൾ ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ എന്താ ബേസിക്കലി ലീച്ചിങ്ങിൽ ചെയ്യുന്നത്? നമ്മൾ ഓറിനെ എടുക്കുന്നു അല്ലെ, അയിരിനെ എടുക്കുന്നു. എന്നിട്ടോ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിലേക്ക് ഇതിനെ ഡിസോൾവ് ചെയ്യിക്കുന്നു അല്ലെ. ഒരു അയിരിനെ എടുത്ത് അനുയോജ്യമായ ലായകത്തിലേക്ക് നമ്മൾ അതിനെ ഡിസോൾവ് ചെയ്യിക്കുക, ഇട്ട് വയ്ക്കുക അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക? അതിനുള്ളിലുള്ള ഓറിന്റെ കയ്യിലുള്ള ഇംപ്യൂരിറ്റീസ്, അപദ്രവ്യങ്ങളൊക്കെ ഈ സോൾവെന്റിൽ ലയിച്ചു ചേരും, ഡിസോൾവ് ചെയ്യും. പക്ഷെ നമ്മുടെ ഓർ അതിൽ ഡിസോൾവ് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അതിലുള്ള ഇംപ്യൂരിറ്റീസിനെയും അതേപോലെ തന്നെ ഓറിനെയും ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. സംഭവം കത്തിയോ? അപ്പൊ എന്റെ കുട്ടികൾ ആലോചിച്ച് നോക്കിക്കേ. ആദ്യം നമ്മള് ബോക്സൈറ്റിനെ എടുക്കുന്നു. അപ്പൊ ബോക്സൈറ്റ് ആണ് നമ്മുടെ ഓറ് അല്ലെ, നമ്മുടെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ബോക്സൈറ്റിനെ ഒരു സ്യൂട്ടബിൾ സോൾവെന്റിലേക്ക്, അനുയോജ്യമായ ലായകത്തിലേക്ക് ഇടണം, വേണ്ടേ? അപ്പൊ ഇവിടെ എടുക്കുന്ന ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ് ആണ്, അനുയോജ്യമായിട്ടുള്ള ആ ഒരു ലായകമാണ് ഹോട്ട് കോൺസെൻട്രേറ്റഡ്. മക്കളെ, ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH എന്ന് പറയുന്നത് ചൂടാക്കിയ ഗാഢമായിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോൾവെന്റിലേക്കാണ് നമ്മൾ ബോക്സൈറ്റിന് ഇടുന്നത്. ബോക്സൈറ്റിന്റെ കയ്യിലുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ ഇതിൽ ലയിച്ചു ചേരും.
ഓക്കെ അല്ലെ? എന്നിട്ട് നമുക്ക് പുതിയ ഒരാളെ അവിടെ കിട്ടുക. മക്കളെ, നമുക്ക് കിട്ടുന്ന പുതിയ ഒരാളാണ് സോഡിയം അലൂമിനേറ്റ്. ആരെയാ കിട്ടിയത്? സോഡിയം അലൂമിനേറ്റിനെ കിട്ടും. അപ്പൊ ഒന്നോർത്തെ, ബോക്സൈറ്റിന്റെ NaOHലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ഇട്ടപ്പോ നമുക്ക് സോഡിയം അലൂമിനേറ്റിനെ കിട്ടി. ഇനി ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? കുറച്ച് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ആരാ ഉള്ളത്? സോഡിയം അലൂമിനേറ്റ്. ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് കുറച്ച് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് എപ്പോഴാണോ ഇത് ചെയ്യേണ്ടത് അപ്പൊ തന്നെ നമ്മൾ കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ പ്രിപ്പയർ ചെയ്യുന്നു. AlOH ത്രൈസ്, ഇതാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ കുറച്ച് സോഡിയം അലൂമിനേറ്റിലേക്ക് കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ഇടും. അപ്പൊ കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ഇടുമ്പോ എന്താ സംഭവിക്കുന്നറിയോ? അവിടെ കുറേ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു തരും. ഒരു അവക്ഷിപ്തമായിട്ട് കുറെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് രൂപം കൊള്ളും. അപ്പോ സോഡിയം അലൂമിനേറ്റിലേക്ക് കുറച്ച് ഫ്രഷ്ലി പ്രിപ്പയർഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ഇട്ടപ്പോ നമുക്ക് മോർ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ കിട്ടി അല്ലെ? മോർ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇസ് പ്രസിപ്പിറ്റേറ്റഡ് എന്ന് പറയും. കുറെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അവക്ഷിപ്തമായിട്ട് മാറും. ഇനി ഇതിനെ ഒന്ന് നമ്മൾ നൈസായിട്ട് ആദ്യം ഒന്ന് ഫിൽട്ടർ ചെയ്യും, ഒന്ന് അരിക്കും. കുറച്ച് അഴുക്കൊക്കെ കളയണം, അരിക്കും. അതിനുശേഷം നമ്മൾ അതിനെ അങ്ങ് ഹീറ്റ് ചെയ്യും കേട്ടോ, ചൂടാക്കും. ഒന്ന് അരിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഈ പ്രോസസ്സിന്റെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആളാണ് മക്കളെ അലൂമിന. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയല്ല, അലൂമിനയെ നമുക്ക് കിട്ടി. അപ്പം നമ്മള് ഇത് തുടങ്ങിയപ്പോ, ലീച്ചിങ് സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ബോക്സൈറ്റ് ആയിരുന്നു. ലീച്ചിങ് കഴിഞ്ഞപ്പോ നമ്മുടെ കയ്യിൽ ആരാ ഉള്ളത്? അലൂമിനയാണ്. അപ്പൊ ഒന്നും കൂടെ മിസ്സിനൊപ്പം പറഞ്ഞു എന്റെ കുട്ടികള്, ബോക്സൈറ്റിനെ എടുത്ത ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH, ചൂടാക്കിയ ഗാഢ NaOHലേക്ക് ഇട്ടു. സോഡിയം അലൂമിനേറ്റിനെ കിട്ടി. ഈ സോഡിയം അലൂമിനേറ്റിലേക്ക് കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ഇട്ട് കൊടുത്തു. അപ്പൊ അവിടെ കുറെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു, അവക്ഷിപ്തമായിട്ട് മാറിയല്ലേ? ഇതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഹീറ്റ് ചെയ്തു, അരിച്ച് ചൂടാക്കി എടുത്തപ്പോൾ നമുക്ക് അലൂമിന കിട്ടി. അപ്പൊ മക്കളെ, ഈ പറഞ്ഞ ബോക്സൈറ്റിന്റെ ഫോർമുല Al2O3.2H2O ആണെങ്കിൽ നമ്മുടെ അലൂമിനയുടെ ഫോർമുല എന്ന് പറയുന്നത് മിസ് എഴുതി തരാവേ. അലൂമിനയുടെ ഫോർമുല എന്ന് പറയുന്നത് Al2O3 ആണ്. കിട്ടിയോ? അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ലീച്ചിങ് എന്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ അലൂമിനിയാക്കി മാറ്റുന്ന ആ ഒരു സ്റ്റെപ്പ്, അതിന്റെ മാത്രം കെമിക്കൽ ഇക്വേഷൻ എന്റെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ എടുക്കുന്നു. AlOH ത്രൈസ് എന്ന് പറഞ്ഞ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ നമ്മളൊന്ന് ചൂടാക്കി അല്ലെ, ഫിൽട്ടർ ചെയ്ത് ചൂടാക്കുമ്പോ നമുക്ക് Al2O3 എന്ന് പറയുന്ന അലൂമിനയെ കിട്ടുന്നു. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അലൂമിനിയുടെ ഫോർമുല മാത്രം ഓർത്തിരുന്നാൽ മതി. ഇക്വേഷൻ ഒന്നും അങ്ങനെ ഇതേവരെ ചോദിച്ചിട്ടില്ല, അതൊന്നും ഓർത്ത് എന്റെ കുട്ടികളെ പേടിക്കണ്ട. അപ്പൊ വൺസ് നമ്മുടെ കയ്യിൽ അലൂമിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇലക്ട്രോലൈസിസ് ഓഫ് അലൂമിന എന്ന് പറയുന്നത് അല്ലെ. ഇനി രണ്ടാമത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അലൂമിനയുടെ വൈദ്യുത വിശ്ലേഷണമാണ്. ശരിയല്ലേ? അപ്പൊ മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ ഇവിടുത്തെ ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇലക്ട്രോലൈസിസ് നടത്തുമ്പോ നമുക്കൊരു ആനോഡ് വേണം, ഒരു കാഥോഡ് വേണം, ഒരു ഇലക്ട്രോലൈറ്റ് വേണം. ശരിയല്ലേ? അപ്പൊ ഇവരൊക്കെ ആദ്യം അറിയണ്ടേ. ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത് മക്കളെ പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡാണ് കാർബൺ റോഡ്സ്. ഓക്കെ, കാർബൺ ദണ്ടുകളാണ് ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ചാർജുള്ള കാഥോഡ് ആരാണെന്നറിയോ എന്റെ കുട്ടികൾക്ക്? കാർബൺ ലൈനിങ് ആണ് കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത് കാർബൺ റോഡാണ്, കാഥോഡ് എന്ന് പറയുന്നത് കാർബൺ ലൈനിങ് ആണ്. ഓക്കെ, ഇനി നമ്മള് മക്കളെ ഇലക്ട്രോലൈസിസിന് വേണ്ടിയിട്ട് അലൂമിന എടുക്കുമ്പോൾ അലൂമിനയുടെ ഒപ്പം വേറൊരാളെ കൂടെ ചേർക്കാറുണ്ട്.
എന്താ കാരണം എന്നറിയോ? നമ്മുടെ അലൂമിനിയം എടുത്തു കഴിഞ്ഞാലേ, എന്റെ കുട്ടികളെ ശ്രദ്ധിക്കണേ, നമ്മുടെ അലൂമിനിയം എടുത്തു കഴിഞ്ഞാൽ ഈ അലൂമിനിയക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റാ. ഇയാളുടെ ദ്രവണാങ്കം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാ. വിച്ച് മീൻസ് ഈസി ആയിട്ട് അയാൾ മെൽറ്റ് ചെയ്യില്ല. മെൽറ്റ് ചെയ്താലാണ് നമുക്ക് വേർതിരിക്കാൻ പറ്റുക, മെൽറ്റ് ആവില്ല. അതേപോലെ തന്നെ ഇയാളുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ലോ ആണ്. വൈദ്യുത ചാലകത എന്ന് പറയുന്നത് കുറവാണ്. വൈദ്യുതി കടത്തിവിട്ടാലേ ചൂടായി അത് മെൽറ്റ് ആവുള്ളൂ. അപ്പൊ ഒന്ന്, വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറവ്. രണ്ട്, ഇയാളുടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം കൂടുതൽ. അപ്പൊ ബേസിക്കലി അലൂമിനിയം എന്ന് പറയുന്നത് നമുക്ക് എന്താണോ വേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ അലൂമിനിയെ നമുക്കൊന്ന് മെരുക്കി എടുക്കണം. അതായത് അലൂമിനിയയുടെ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് കുറയ്ക്കണം. ഓക്കെ, അലൂമിനിയയുടെ മെൽറ്റിംഗ് പോയിന്റ്, ദ്രവണാങ്കം നമുക്ക് കുറയ്ക്കണം. അതേപോലെ തന്നെ അലൂമിനിയയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അഥവാ മക്കളെ വൈദ്യുതജാല കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ചാലകത കൂട്ടണം. രണ്ട് കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, അലൂമിനിയയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കണം. രണ്ട്, ഇവന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടണം. മക്കളെ, മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ അലൂമിനിയയുടെ ഒപ്പം ഒരാളെ കൂടെ മിക്സ് ചെയ്യും. അയാളാണ് മക്കളെ ക്രയോലൈറ്റ്. ആരെയാണ്? Na3Al(F6) എന്ന് പറയുന്ന ക്രയോലൈറ്റിനെ കൂടി നമ്മൾ മിക്സ് ചെയ്യും. അപ്പൊ ഒരു ചോദ്യമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അലൂമിനിയയോടൊപ്പം ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? എന്റെ കുട്ടികൾ പറ. ഒന്ന്, ദ്രവണാങ്കം കുറയ്ക്കാൻ. രണ്ട്, വൈദ്യുത ചാലകത കൂട്ടാൻ. ആരുടെയാ? അലൂമിനിയയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും അതേപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും വേണ്ടിയിട്ടാണ് അലൂമിനിയം ക്രയോലൈറ്റും ചേർന്ന മിശ്രിതത്തെ നമ്മൾ ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്റെ കുട്ടികൾക്ക് കിട്ടി ആനോഡ് ആരാണെന്ന് കിട്ടി, കാഥോഡ് ആരാണെന്ന് കിട്ടി, ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആരാണെന്ന് കിട്ടി, എന്തിനാണ് ക്രയോലൈറ്റ് യൂസ് ചെയ്യുന്നത് എന്ന് കിട്ടി. ഇനി മക്കളെ, നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് കാർബൺ മോണോക്സൈഡ്, നമ്മൾ നേരത്തെ ഇരുമ്പിനെ പ്രൊഡ്യൂസ് ചെയ്തപ്പോ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആരും ഉപയോഗിച്ചത് കാർബൺ മോണോക്സൈഡ് ആയിരുന്നു അല്ലെ, നിരോക്സികാരി. എന്തുകൊണ്ടാണ്? അതേപോലെ കാർബൺ മോണോക്സൈഡിനെയോ കാർബണിനെയോ ഒന്നും നമ്മൾ ഇവിടെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കാരണം അലൂമിനിയത്തിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അലൂമിനിയം ഈസ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. അലൂമിനിയത്തിന് ക്രിയാശീലം കൂടുതലാ. അതുകൊണ്ട് സിമ്പിൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡോ ഒന്നും ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അലൂമിനിയത്തിന്റെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലത കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇലക്ട്രിസിറ്റിയെ അല്ലെങ്കിൽ വൈദ്യുതിയെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സികാരി ആരാണ് മക്കളെ? അലൂമിനിയത്തിന്റെ നിർമ്മാണത്തിലെ റെഡ്യൂസിങ് ഏജന്റ് ആരാ? ഇലക്ട്രിസിറ്റി ആണ് കേട്ടോ, മറന്നു പോകരുത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ചോദ്യം വരുന്നത് അതേ രീതിയിലാണ് മിസ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ, നമ്മുടെ അലൂമിനിയം അതേപോലെ ക്രയോലൈറ്റും ഇരിക്കുന്നു, കറണ്ട് കടന്നു പോകുന്നു, ഇലക്ട്രോലൈസിസ് നടക്കുന്നു. അപ്പൊ നമ്മുടെ അലൂമിനിയം ഉണ്ടല്ലോ, അലൂമിനിയം അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. അലൂമിനിയം സ്പ്ലിറ്റ് ചെയ്ത് കാറ്റയോണും ആനയോണും പോസിറ്റീവ് ചാർജുള്ള അയോൺസ് നെഗറ്റീവ് ചാർജുള്ള അയോൺസുമായിട്ട് മാറും. അതായത് 2 അലൂമിനിയം അയോണും അതേപോലെ തന്നെ 3 ഓക്സൈഡ് അയോണുമായിട്ട് മാറും. ഇനി നിങ്ങൾ പറ, പോസിറ്റീവ് ചാർജുള്ള അയോൺ എങ്ങോട്ടാ പോവാ? നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിലേക്ക്. അപ്പോ പോസിറ്റീവ് ചാർജുള്ള അലൂമിനിയം അയോൺ പോകുന്നത് നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്കും, നെഗറ്റീവ് ചാർജുള്ള ഓക്സൈഡ് അയോൺ പോകുന്നത് പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്കുമാണ്. മറന്നു പോവരുത്. അപ്പോ മക്കളെ, കാഥോഡിലേക്കാണ് നമ്മുടെ അലൂമിനിയം അയോൺ പോകുന്നത് അല്ലെ. കാഥോഡിന് നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്കാണ് പോസിറ്റീവ് ചാർജുള്ള അലൂമിനിയം അയോൺ പോകുന്നത്. ഈ അലൂമിനിയം അയോൺസ് 3 ഇലക്ട്രോണുകളെ മേടിച്ചിട്ട് അലൂമിനിയം ആറ്റമായിട്ട് മാറും. ഈ അലൂമിനിയം മെറ്റലിനെ നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ കാഥോഡിൽ കിട്ടും. ആരാ കാഥോഡ്? കാർബൺ ലൈനിങ് ആണ് മിസ്സേ കാഥോഡ്. ശരിയല്ലേ? അപ്പൊ അലൂമിനിയത്തെ നമുക്ക് എവിടെ കിട്ടി? കാർബൺ ലൈനിങ്ങിൽ കിട്ടി, കാഥോഡിൽ കിട്ടി. ഇനി നോക്കിക്കേ, ആനോഡിലേക്ക് ആരാ പോവാ? പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് പോകുന്നത് മക്കളെ നെഗറ്റീവ് ചാർജുള്ള ഓക്സൈഡ് അയോൺ ആണ്. ശരിയല്ലേ? അപ്പൊ 2 ഓക്സൈഡ് അയോൺ അവിടെ പോയിട്ട്
ഒരാളുടെ കയ്യിൽ 2 നെഗറ്റീവ് ചാർജ്. അപ്പൊ 2 ഓക്സൈഡ് അയൺ ആകുമ്പോൾ 4 നെഗറ്റീവ് ചാർജ് അല്ലെ. 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ഓക്സിജൻ ഗ്യാസ് ആയിട്ട് റിലീസ് ചെയ്യും. ഇനി എന്റെ കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ആനോട് ആരായിരുന്നു? കാർബൺ റോഡായിരുന്നു അല്ലെ, കാർബൺ ആയിരുന്നു. അപ്പൊ കാർബണിന്റെ അടുത്താണ് ഈ ഓക്സിജൻ ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ മക്കളെ വേഗം തന്നെ ഈ ഓക്സിജൻ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മേലേക്ക് 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 അങ്ങ് പറന്നു പോകും. കിട്ടിയോ എന്റെ മക്കൾക്ക്? അപ്പൊ കാഥോഡില് അലൂമിനിയത്തെ കിട്ടി, ആനോഡിലേക്ക് പോയത് ഓക്സൈഡ് അയണാ. അയാൾ അവിടെ ഓക്സിജൻ ഗ്യാസ് ആയിട്ട് റിലീസ് ചെയ്തു. അപ്പൊ ഓക്സിജൻ ഗ്യാസ് നോക്കുമ്പോ നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത് ആരാ? കാർബൺ ആണ്. ഈ ഓക്സിജൻ ഗ്യാസും കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ നോക്കിക്കേ, ഓക്സിജൻ വരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്നു, മേലേക്ക് 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 പോകുന്നു അല്ലെ. അപ്പൊ കുറെ നേരം കഴിയുമ്പോ നമ്മുടെ ആനോടൊക്കെ ഇങ്ങനെ എരിഞ്ഞ് തീരും, ബേൺ ചെയ്ത് പോയി പോകും, കാർബൺ ഡൈ ഓക്സൈഡ് ആയി പോകും. അതുകൊണ്ട് ഈ ഒരു എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം നടക്കുമ്പോൾ, അലൂമിനിയത്തിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കാർബൺ ദണ്ടുകളെ, അതായത് ആനോഡിനെ കണ്ടിന്യൂസ്ലി റിമൂവ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നീക്കം ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാ? കാരണം ആനോഡായിട്ടുള്ള കാർബൺ ദണ്ട് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. കുറച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടായി പോകും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആനോഡിനെ നമ്മൾ നീക്കം ചെയ്ത് പുതിയ ആളെ കൊണ്ടുവന്ന് വെക്കുന്നത്. അങ്ങനെ കാഥോഡിൽ നമുക്ക് നമ്മുടെ അലൂമിനിയത്തെ കിട്ടി. ഹാൾ ഹെറാൾഡ് പ്രോസസ് കഴിഞ്ഞു. എന്റെ കുട്ടികൾക്ക് ക്ലിയർ ആണോ? ആദ്യം നമ്മൾ ബോക്സൈറ്റിനെ എടുക്കുന്നു, NaOH ഇടുന്നു, സോഡിയം അലൂമിനേറ്റിലേക്ക് ഇടുന്നു, അതിലേക്ക് കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ഇടുന്നു, കുറെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു. അവരൊന്ന് ഫിൽട്ടർ ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലൂമിനിയം കിട്ടി. രണ്ടാമത് നമ്മൾ എന്താ ചെയ്തത്? അലൂമിനിയം ഇലക്ട്രോലൈസിസ് ചെയ്തു, വൈദ്യുത വിശ്ലേഷണം ചെയ്തു. അപ്പൊ നമുക്ക് കാഥോഡില് അലൂമിനിയത്തെ കിട്ടിക്കഴിഞ്ഞു. ഇത്രയല്ലേ ഉള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മിസ് ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റുകളും, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റുകളും അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എല്ലാ കൊല്ലവും കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, കംപ്ലീറ്റ് ദ ഗിവൺ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് വിത്ത് ദ കോൺസെൻട്രേഷൻ ഓഫ് അലൂമിനിയം. ഓർ നോക്കിക്കേ, അലൂമിനിയം അയിരിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലോ ചാർട്ട് ആണ്. നമ്മളിതൊന്ന് പൂർത്തിയാക്കിയാൽ മാത്രം മതി, വലിയ ജോലിയൊന്നും ഇല്ല. നോക്കിക്കോ, അപ്പൊ ആദ്യം നമ്മൾ ആരെ എടുക്കുന്നത്? ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ബോക്സൈറ്റിനെയാണ് അല്ലെ. ആരെ എടുക്കാം മക്കളെ? ബോക്സൈറ്റിനെയാണ് എടുക്കുന്നത്, മറക്കരുത്. ബോക്സൈറ്റിനെ എടുത്തു. നമ്മൾ അതിലേക്ക് ഹോട്ട് NaOH ഇട്ടു. അപ്പൊ നമുക്ക് ആരെ കിട്ടും? ഹോട്ട് NaOH ബോക്സൈറ്റിനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളാണ് സോഡിയം അലൂമിനേറ്റ്. ആരെ കിട്ടും മക്കളെ? സോഡിയം അലൂമിനേറ്റിനെ കിട്ടും. മിസ് മലയാളത്തിൽ കൂടെ ഒന്ന് എഴുതട്ടേടാ, ഒന്ന് ക്ഷമിക്കണേ കേട്ടോ. സോഡിയം അലൂമിനേറ്റിനെ കിട്ടി. ഇനി അരിച്ചു മാറ്റി ഫിൽട്ടർ ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തു, എന്നിട്ട് കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇട്ടു. കുറച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മോർ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും അല്ലെ. മോർ ആൻഡ് മോർ, കുറെ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ കിട്ടും. ആ ഒരു പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ വാഷ് ചെയ്തു, ഹീറ്റ് ചെയ്തു. ഫിൽട്ടർ ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെയാ കിട്ടുക? ലാസ്റ്റ് സ്റ്റെപ്പില് നമുക്ക് നമ്മുടെ അലൂമിനിയെ കിട്ടും. ആരെ കിട്ടും? ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമുക്ക് Al2O3 എന്ന് പറയുന്ന അലൂമിനിയെ കിട്ടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കൊല്ലവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ കുട്ടികൾ ആരും സ്കിപ്പ് ചെയ്യരുത് മക്കളെ, സ്കിപ്പ് ചെയ്യരുത്. അടുത്ത ചോദ്യം, ദ ആനോഡ് ഇൻ അലൂമിനിയം എക്സ്ട്രാക്ഷൻ ഇസ് റീപ്ലേസ്ഡ് ഫ്രീക്വന്റ്ലി ബൈ. അലൂമിനിയം നിർമ്മാണത്തിൽ ആനോഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട്, കാരണം എന്ത്? പോരട്ടെ, ഓർമ്മയുണ്ടോ? ആനോഡ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു എന്റെ കുട്ടികൾ പറഞ്ഞേ? കാർബൺ റോഡ് ആയിരുന്നു അല്ലെ, കാർബൺ ദണ്ടായിരുന്നു. ശരിയല്ലേ? ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കാർബൺ ഓക്സിജൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറി അല്ലെ. അപ്പൊ ആനോഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറിപ്പോവാണ്, ബേൺ ചെയ്ത് പോവുകയാണ് അല്ലെ, എരിഞ്ഞു തീരുകയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നീക്കം ചെയ്യാറുള്ളത്. കിട്ടിയോ എന്റെ മക്കൾക്ക്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എന്താ മക്കളെ? ബോക്സൈറ്റ് ഈസ് ദ മെയിൻ ഓർ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ്. നമുക്കും സംശയമില്ല, അവർക്ക് സംശയമില്ല. ഇനി വിച്ച് മെത്തേഡ് ഈസ് യൂസ് ടു കോൺസെൻട്രേറ്റ് ബോക്സൈറ്റ്? ബോക്സൈറ്റിനെ സാന്ദ്രീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാ? വേഗം പറഞ്ഞു.
ഏതാ മക്കളെ? ലീച്ചിങ് ആണ് അല്ലെ? ഒരേ ഒരു മെത്തേഡേ പഠിക്കാനുള്ളൂ നമുക്ക്, അത് ലീച്ചിങ് ആണ്. ഇനി അടുത്തത്, ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ആസ് റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് അലൂമിനിയം. വൈ? അലൂമിനിയത്തിന്റെ നിർമ്മാണത്തിൽ നിരോക്സികാരിയായി വൈദ്യുതി ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാ? കാരണം റിയാക്ടിവിറ്റി ആണ് അല്ലെ? റിയാക്ടിവിറ്റി ഓഫ് അലൂമിനിയം ഈസ് വെരി ഹൈ. മലയാളം മീഡിയത്തിൽ എന്റെ മക്കൾ എഴുതിക്കൊള്ളേ, അലൂമിനിയത്തിന്റെ ക്രിയാശീലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വൈദ്യുതിയെ റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അലൂമിനിയം ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് വിച്ച് ഇലക്ട്രോഡ്? ഏത് ഇലക്ട്രോഡിലാ കിട്ടുന്നത്? കറക്റ്റ് ആയിട്ട് മിസ് പറഞ്ഞു തന്നിട്ടില്ലേ? യെസ്, കാഥോഡിലാണ് കിട്ടുന്നത് അല്ലെ? കാഥോഡിലാണ് നമുക്ക് അലൂമിനിയത്തെ കിട്ടുന്നത്. ഓർത്തോ, അലൂമിനിയം അയൺ പോസിറ്റീവ് ചാർജ് ആണ്, കാഥോഡ് നെഗറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ഉള്ള ആള് നെഗറ്റീവിലേക്ക് പോകൂ. അതുകൊണ്ട് കാഥോഡിലെ അലൂമിനിയത്തെ കിട്ടും. എവിടെ? ആരാ കാഥോഡ്? കാർബൺ ലൈനിങ് ആണ്. അടുത്ത ചോദ്യം മക്കളെ, ഇൻ ദ മെറ്റലർജി ഓഫ് അലൂമിനിയം there are two steps, namely concentration of ore and production of metal. അലൂമിനിയത്തിന്റെ നിർമ്മാണത്തിൽ അയിരിന്റെ സാന്ദ്രണ ഘട്ടവും വേർതിരിക്കുന്ന ഘട്ടവും 2 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി കോൺസെൻട്രേഷന് വേണ്ടി സാന്ദ്രണ മാർഗം ഏതാ? ലീച്ചിങ് ആണ്. ഇനി കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ് cannot be used as reducing agent for the separation of aluminum from its ore. Why? എന്തുകൊണ്ടാണ് കാർബണിനെയോ കാർബൺ മൊണോക്സൈഡിനെയോ ഒന്നും നമ്മൾ ഉപയോഗിക്കാത്തത്? ഓൾറെഡി മിസ് പറഞ്ഞു തന്നില്ലേ, അലൂമിനിയത്തിന്റെ റിയാക്ടിവിറ്റി കൂടുതലാണ്, ക്രിയാശീലം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് റെഡ്യൂസിംഗ് ഏജന്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയെ നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ ആരെയും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനി ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നമ്മുടെ ക്രയോലൈറ്റ്. അപ്പൊ എന്റെ കുട്ടികൾ വേഗം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാണ് അലൂമിനിയെ ക്രയോലൈറ്റുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ കണ്ടിരുന്നു അല്ലെ, ഇലക്ട്രോലൈസിസ് ചെയ്യുമ്പോൾ അലൂമിനിയം ക്രയോലൈറ്റുമായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യുന്നതെന്ന് എന്റെ കുട്ടികളെ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പൊ മക്കളെ, ഇത്ര ഉള്ളതാ നമ്മുടെ ഹാൾ ഹെറാൾഡ് പ്രോസസ്, അലൂമിനിയത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. ഈ ഒരു വീഡിയോ ഒറ്റ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് ഈ ടോപ്പിക് എല്ലാം സെറ്റ് ആവണം. ഇനി ഒരിക്കൽ കൂടി ഇത് ഓർത്ത് എന്റെ മക്കൾ ആരെ വിഷമിക്കാൻ പാടില്ല. അപ്പൊ എന്റെ കുഞ്ഞു മക്കളുടെ അടുത്തേക്ക് ഇതുപോലെ മറ്റൊരു അടിപൊളിയായ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എന്റെ കുഞ്ഞുമക്കൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്റെ മക്കൾ എല്ലാവരും കമന്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നും മിസ്സിനോട് പറയാൻ മറക്കരുത്. ആ ടോപ്പിക്കായിട്ട് മിസ് ഓടി വരുന്നതായിരിക്കും. സോ മക്കളെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ഐ ലവ് യു ഓൾ, ബൈ.